ജുവിത, ഇപ്പോൾ സുധീഷ് പറഞ്ഞുവല്ലോ, അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലില്ല. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് അറിയത്തുമില്ല എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ആള് നന്നായിട്ട് കളവ് പറയുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഞാൻ കാറ്റും മഴ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ആ സെറ്റിൽ നിന്നാണ് എനിക്ക് മാമുക്കോയ അങ്കിളിനെ പരിചയമുള്ളതും സുധീഷ് അദ്ദേഹത്തെ പരിചയമുള്ളതും. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പം വലിയൊരു കത്തി നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അവരെക്കുറിച്ച് ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അത് എനിക്ക് തെളിയിക്കാനോ ഒരു ഇതുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ അന്നേ ചെറിയൊരു മനസ്സിൽ എൻ്റെ നൊന്തിട്ടുള്ളൊരു കാരണം. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നും നിൻ്റെ മൊയ്തി എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മഹാറാണിനായിരുന്നു അതിൻ്റെ ഓഡീഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സെലക്ട് ആയപ്പം ഡയറക്ടർ സാറ് പറഞ്ഞിട്ട് വേറൊരാളായിരുന്നു വിളിച്ചത്. 3 മാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു എന്നെ വിളിച്ചത്. അങ്ങനെ ഞാൻ ആ ലൊക്കേഷനിൽ പാലക്കാട് പോയ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ കോളേജിൻ്റെ ആ സീനിലാണ്. പക്ഷെ ഞാൻ ലേറ്റ് ആയത് കാരണം എനിക്ക് ആ സീന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ തിരിച്ചു വരികയുണ്ടായത്. ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. മാമുക്കായ അങ്കിള് പറഞ്ഞതും സത്യമായിട്ടുള്ള കാര്യമാണ്. ഷാജു കൊടിയൻ അങ്കിള് പറഞ്ഞതും സത്യമായിട്ടുള്ളതാണ്. ഇടവേള ബാബു സാറ് പറഞ്ഞതും എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ സാർ അദ്ദേഹം എന്നൊക്കെ പറയുന്നത് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, എന്നെ സ്വയം റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എനിക്ക് കളവ് പറഞ്ഞിട്ടൊന്നും നേടാനില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ സിനിമ ചെയ്യാൻ എനിക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടിയതാണ്. എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഞാനത് വേണ്ടാന്ന് അപ്പം തന്നെ പറഞ്ഞ് മാറി നിൽക്കുകയുണ്ടായത്. എൻ്റെ വിഷമങ്ങൾ പറയാൻ ഞാൻ ഈ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. പ്രസ് ക്ലബ്ബ് ഉണ്ട് മാനാഞ്ചിറ, അവിടെ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഗത്ത് കേൾക്കാനൊന്നും അന്നേരം ആരും തയ്യാറായില്ല. ഇന്നിപ്പോൾ ഒരു വിഷയം വന്നപ്പം 2022 ഈ വിഷയം ഒരു ചെറുതായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ന്യൂസ് ഞാൻ വില്ലേജ് വാർത്തയിൽ അവർ പറഞ്ഞപ്പോൾ അവരോട് ഞാൻ വിളിച്ചിട്ട് പറയാണ്ടായത്. അങ്ങനെ എൻ്റെ ന്യൂസ് വന്നു. അതിനുശേഷം ഈ ഒരു സമയമായതുകൊണ്ട് ഞാൻ അവിടെ ന്യൂസിൻ്റെ അവിടെ പോയപ്പോൾ എനിക്ക് പറയാനൊരവസരം ഉണ്ടായി. എല്ലാവരും പേര് പറയാൻ മടിക്കുന്നത്, ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പേര് പറയാൻ മടിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുമ്പോൾ പലർക്കും പേര് പറയാനുള്ള ധൈര്യം ഉണ്ടാവുമായിരിക്കാം. ഒരു പ്രചോദനം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇപ്പോൾ അവസരം ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് കളവ് പറഞ്ഞിട്ട് അവരൊന്നും നേടാനില്ല.